ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ശ്രീതുവും ജിൻഡോയും അതുപോലെ അർജുനും പവർ റൂമിൽ കയറി പറ്റാനുള്ള അർഹത നേടിയെടുത്തത്. നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് അവർ ആ ഒരു അർഹത നേടിയെടുത്തത്. പക്ഷേ എന്താ പറയുക, ഓർക്കാപ്പുറത്ത് ഇരുട്ടടി കിട്ടിയ പോലെ ആയിപ്പോയി. പെട്ടെന്നാണ് ലാലേട്ടൻ വന്ന് പറയുന്നത് എപ്പിസോഡിൽ ഇനി മുതൽ പവർ റൂം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. കഴിഞ്ഞ സീസൺ വരെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. ഇപ്രാവശ്യത്തെ സീസണെ മാറ്റിമറിക്കാൻ വേണ്ടി വന്ന ഒരു അടിപൊളി കോൺസെപ്റ്റ് തന്നെയായിരുന്നു ഈ പവർ റൂം കോൺസെപ്റ്റ്. പക്ഷേ ബിഗ് ബോസിന്റെ തീരുമാനപ്രകാരം ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ ശ്രീതു ശരിക്കും തകർന്നു പോയെന്ന് വേണം പറയാൻ. കാരണം ഒരുപാട് ശ്രീതു ആഗ്രഹിച്ചിരുന്നു പവർ റൂമിൽ ഒരു അംഗമായിട്ട് അവിടെ ഒന്ന് വിലസാൻ. പക്ഷേ ഏറ്റവും നല്ല മഹാഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ശ്രീതു ഇപ്പോൾ വളരെ ക്യൂട്ടാണ്, വളരെ അടിപൊളിയാണ്, എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, ക്യാപ്റ്റൻസി ആണെങ്കിലും അടിപൊളിയാണെന്നൊക്കെ പറയുന്ന ഇതേ ആൾക്കാർ തന്നെ ശ്രീതു പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ വൻ നെഗറ്റീവായിരിക്കും പറയാൻ പോകുന്നത്. കാരണം ഇതിനു മുമ്പ് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രേക്ഷകർ പറഞ്ഞതും നല്ല ആക്റ്റീവാണ്, ഇവർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പവർ റൂമിൽ കയറി കഴിഞ്ഞിട്ട് ഇതേ പ്രേക്ഷകർ തന്നെ തിരുത്തി പറഞ്ഞ അനുഭവമുണ്ട്. ഋഷി ആണെങ്കിലും ഹൻസിബയൊക്കെ ആണെങ്കിലും പവർ റൂമിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച വൻ നെഗറ്റീവ് ഉണ്ടായത്. അതുകൊണ്ട് ശ്രീധുവിന് പവർ റൂമിൽ കയറി പറ്റാതിരുന്നത് എന്തോ മഹാഭാഗ്യമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. കാരണം നല്ല പോസിറ്റീവോടുകൂടി അങ്ങോട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വൻ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ.